നാം അതാകുന്നു. ഏതൊന്നാണോ ഇല്ലാത്തത് അതുതന്നെയാണ് നാം. ഏതൊന്നാണോ അസ്തിത്വത്തിനും അപ്പുറമുള്ളത് അത് നാം തന്നെയാണ്. നിങ്ങൾ ദൃഷ്ടിയിൽ എന്താണോ കാണുന്നത് അത് സൃഷ്ടിയാണ്. ശ്രവിക്കുവാനാകുന്നതെന്തോ അത് ശബ്ദമാണ്. എന്നാൽ ശ്രവിക്കുവാനാകാത്തത് നാം ആകുന്നു. നാം നിർഗുണനും അതേസമയം സഗുണനുമാണ്. നാം നിരാകാരനും എന്നാൽ അതേസമയം ആകാരനുമാണ്. നാം തന്നെയാണ് പരബ്രഹ്മവും നാം തന്നെയാണ് പ്രകൃതിയും. നാം തന്നെയാണ് സുഷുപ്തി, സ്വപ്നം, ജാഗ്രത് എന്നീ മൂന്നവസ്ഥകളും. നാം തന്നെയാണ് ഇവയ്ക്കതീതമായ തുരീയവും. നാം തന്നെയാണ് കാര്യവും നാം തന്നെയാണ് കാരണവും. എന്നാൽ നമ്മെ സാധാരണ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ല.